everyone, welcome to a new episode of 365 Days of English. I am Shruti. ഇന്നലെ നമ്മൾ ഹാസ് ഹാവ് ഹാഡ് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡു ആൻഡ് ഡസ്. ഓക്കെ, ഡു ആൻഡ് ഡസ് മീൻ ചെയ്യുന്നത് എന്താ? ചെയ്യാറുണ്ടോ, ഒരു കാര്യം നിങ്ങൾ ചെയ്യാറുണ്ടോ? ഇപ്പം നമ്മൾ ചെയ്യും, നിങ്ങൾ പാടാറുണ്ടോ? ലൈക്ക് നിങ്ങൾ പാടുമോ? ഡു യു സിങ്? ലൈക്ക് ഡു യു ഡാൻസ് ചെയ്യാറുണ്ടോ? നോർമലി ഒന്നുകിൽ അവർ ഡെയിലി ചെയ്യാറുള്ളൊരു കാര്യം, ഒരു ഹാബിച്വൽ ആക്ഷൻ, അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി ഉള്ള, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ പാടാറുണ്ടോ, പാടുവോ? ഓക്കെ, ഡു യു ഡാൻസ്? അതുപോലെ ഡു യു ടീച്ച്? പഠിപ്പിക്കാറുണ്ടോ? നിങ്ങൾ പഠിപ്പിക്കാറുണ്ടോ? അതുപോലെ ഡു യു ഗോ ടു ജിം എവറി ഡേ? ലൈക്ക് എവറി ഡേ എന്നുള്ള പോലെ നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചോദിക്കാനായിട്ട് ഡു യു യൂസ് ചെയ്യും. അതുപോലെ ഡു യു ലൈക്ക് ഐസ്ക്രീം? ഓക്കെ, ഐസ്ക്രീം ഇഷ്ടമാണോ? അപ്പം ആൻസർ എന്തായിരിക്കും വരുന്നത്? നോ, ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. ഇഷ്ടമല്ലെങ്കിൽ ഐ ഡോണ്ട്. അതുപോലെ ഐ ഡോണ്ട് ഗോ ടു ജിം എവറി ഡേ. ഞാൻ എന്നും ജിമ്മിൽ പോവാറില്ല. ഓക്കെ, അത് ഐയുടെ കേസിലാണ്. അപ്പം ഐ, യു, ദേ, വി ഇവൻ്റെ കൂടെ ഡു ആണ്. അപ്പം ഹീ, ഷീ, ഇറ്റ്, ടോമിൻ്റെ കൂടെയോ ഡസ്. ഓക്കെ, ഹീ ഗോസ് ടു ജിം ഡെയിലി. അവൻ ഡെയിലി ജിമ്മിൽ പോവാറുണ്ട്. അത് ആൻസറാണ്. അപ്പം ഡു യു ഗോ ടു ജിം എന്ന് എന്നോട് ചോദിക്കുമ്പം ഞാൻ എന്താ പറയണ്ടേ? ഐ ഗോ ടു ജിം. സിമ്പിൾ, ഐ ഗോ ടു ജിം. പക്ഷേ അത് അവനാവുമ്പം ഹീ ഗോസ് ടു ജിം. അത് ക്വസ്റ്റ്യൻ ആവുമ്പോഴോ ഡസ് ഹീ ഗോ ടു ജിം? അവൻ ജിമ്മിൽ പോവാറുണ്ടോ? ഡസ് ഹീ ടീച്ച്? അവൻ പഠിപ്പിക്കാറുണ്ടോ? ഡസ് ഹീ ഈറ്റ് ഐസ്ക്രീം? അവൻ ഐസ്ക്രീം കഴിക്കാറുണ്ടോ? ഓക്കെ, അപ്പം ഡു ഇവരുടെ കൂടെ, ഡസ് ഇവരുടെ കൂടി. ഒരു കാര്യം നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പം അതിൻ്റെ ആൻസർ ചെയ്യും എന്നാണെങ്കിൽ യെസ് ഐ ഡു എന്ന് പറയാം, അല്ലെങ്കിൽ ആ ആക്ഷൻ എടുത്ത് പറയാം. ഡു യു സിങ് എന്ന് ചോദിക്കുമ്പം ഞാൻ പാടാറുണ്ട്, ഞാൻ പാടും. യെസ് ഐ സിങ്. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. അപ്പം അവൻ പാടാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡസ് ഹീ സിങ്? ഞാൻ പാടാറുണ്ട്, അല്ല അവൻ പാടാറുണ്ടെന്ന് പറയുമ്പോൾ യെസ് ഹീ സിങ്സ്. അവൻ പാടാറുണ്ട്. അവൻ പാടാറില്ല. ഹീ ഡസൻ സിങ്. ഞാനാണെങ്കിൽ ഐ ഡോണ്ട്. ദേ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കാറില്ല. അപ്പോൾ അവൻ ക്രിക്കറ്റ് കളിക്കാറില്ല എന്ന് പറയുമ്പം ഹീ ഡസൻ പ്ലേ ക്രിക്കറ്റ്. സോ ഐ ഡോണ്ട്, യു ഡോണ്ട്, ദേ ഡോണ്ട്, വി ഡോണ്ട്, ഹീ ഡസൻ, ഷീ ഡസൻ, ഇറ്റ് ഡസൻ, ടോം ഡസൻ. ഇപ്പം നമ്മൾ നോർമലി പറയുന്നൊരു കാര്യമാണ് ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. അത് ക്വസ്റ്റ്യൻ ആവുമ്പോൾ ഡു യു നോ? ഡു യു നോ? നോ, ഐ ഡോണ്ട് നോ. അത് അവൻ അറിയില്ല എന്നാണെങ്കിലോ ഹീ ഡസൻ നോ. കോമൺലി നമ്മളെല്ലാവരും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ്. ലൈക്ക് അവൻ അറിയില്ല എന്ന് പറയുന്നത് ഹീ ഡോണ്ട് നോ എന്ന് നമ്മൾ നോർമലി പറയാറില്ലേ? അപ്പോൾ അതൊരു മെയിൻ മിസ്റ്റേക്കാണ്. ഹീ ഡസൻ നോ. ഡു യു ലൈക്ക് ഹെർ? ഐ ഡോണ്ട് ലൈക്ക് ഹെർ, അല്ലെങ്കിൽ ഐ ലൈക്ക് ഹെർ. ഡസ് ഹീ ലൈക്ക് ഹെർ? അവനവളെ ഇഷ്ടമാണോ? ഹീ ഡസൻ ലൈക്ക് ഹെർ. ഹീ ഡോണ്ട് ലൈക്ക് അല്ല, ഹീ ഡസൻ ലൈക്ക് ഹെർ. അവനവളെ ഇഷ്ടമാണെന്ന് പറയാനോ? യെസ് ഹീ ലൈക്സ് ഹെർ. ഹീ ലൈക്സ്. ആ ഡസ് അവിടെ ഒരു എസ് ആയിട്ട് വരും. അപ്പം നേരത്തെ പറഞ്ഞു ഹീ ഗോസ് ടു ചേർച്ച് എവറി ഡേ. ആ ഡസ് ആണ് ആ ഗോയുടെ കൂടെയുള്ള ഇ എസ്. ഹീ ഗോസ് ടു ചേർച്ച് എവറി ഡേ. കുറച്ച് കൺഫ്യൂസിങ് ആണ് ഡൂവും ഡസും. ഡു നമ്മൾ ക്വസ്റ്റ്യൻ ആകുമ്പം ഡു യു, പക്ഷേ ഇവിടെ ആകുമ്പം ഡസ് ഹി. അതൊരു പേരാകുമ്പോഴും ഡസ് ടോം. ഡസ് ശ്രുതി ടീച്ച് ഇംഗ്ലീഷ്? ശ്രുതി ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ടോ? ഓക്കെ, ഡു ചെയ്യുക എന്നാണ് അർത്ഥം, പക്ഷേ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുമോ എന്ന് ചോദിക്കാനാണ് നമ്മൾ ഡു യു യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡസ് ഹി, ഡസ് ഷീ, ഡസ് ടോം, ഡസ് ഇറ്റ്. ഡസ് ഇറ്റ് മൂവ്? ഇത് അനങ്ങാറുണ്ടോ? അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് പറയുമ്പോൾ യെസ് ഇറ്റ് ഡസ്. ഇറ്റ് ഡസ് എന്നും പറയാം, അല്ലെങ്കിൽ ഇറ്റ് മൂവ്സ് എന്നും പറയാം. അപ്പം ഡു യു സിങ് ഒന്നെങ്കിൽ രണ്ട് ആൻസർ ആയിട്ട് പറയാം. യെസ് ഐ ഡു, അല്ലെങ്കിൽ യെസ് ഐ സിങ്. സെയിം ഹിയർ. ഡസ് ഹീ സിങ്? യെസ് ഹീ സിങ്സ്, അല്ലെങ്കിൽ ഹീ ഡസ്. രണ്ടും സെയിം മീനിങ് ആണ്. അപ്പോൾ ഡു ഡസ് നമ്മൾ പഠിച്ചു. അത് ആരുടെ കൂടെയൊക്കെയാണ് ഡു, ഡസ് ആരുടെ കൂടെയാണെന്ന് പഠിച്ചു. അത് നമ്മൾ എന്താ പഠിച്ചത്? ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനും ഞാൻ ചെയ്യാറുണ്ടെന്ന് പറയാനാണ് പഠിച്ചത്, അല്ലെങ്കിൽ ചെയ്യാറില്ല.
നീ അത് ചെയ്തോ ഒരു കാര്യം ചെയ്തോ എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. ബൈ.